നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ തെരുവുകളിൽ വികൃതമാക്കപ്പെട്ട നിലയിൽ ഇറാൻ സൈനികരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ചിതറിത്തെറിച്ച നിലയിൽ കൈയും കാലും ഒക്കെ ചിതറിയ നിലയിലാണ് ഈ മൃതദേഹങ്ങൾ കാണുന്നത്. ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തിയ രീതിയിൽ ആ മൃതദേഹങ്ങളിൽ നിന്ന് വ്യക്തമാകുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറയുന്നത് ഈ വാർത്തയാണ്. എന്നാൽ ഇസ്രയേലിന്റെയോ അമേരിക്കയുടെയോ ആക്രമണത്തിലല്ല ഈ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും മൃഗീയമായ രീതിയിലാണ് അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അത് ആ മൃതദേഹങ്ങളിലെ മുറിവുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിലാണ് മൃതദേഹങ്ങൾ ഉള്ളത്. സ്വന്തം ഭരണകൂടം തന്നെ അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതായത് മുജ്തബ ഖമനേയിയുടെ ഉത്തരവനുസരിച്ച് IRGCയിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ ചില സൈനികരെ കൊന്നൊടുക്കിയിരിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, യുദ്ധത്തിൽ പങ്കുചേരാതെ സ്വയം രക്ഷപ്പെട്ടോടിയ സൈനികരെയാണ് ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ദാരുണമെന്നല്ലാതെ മറ്റെന്താണ് ഇതിനെ പറയുക? അതിഭീകരമായ അവസ്ഥ. നമ്മൾ മുൻപ് കേട്ടിരുന്നു, ആയത്തുള്ള അലി ഖമനേയിയേക്കാൾ മൃഗീയമായ രീതിയുള്ള ആളാണ് മകൻ മുജ്തബ ഖമനേയി എന്ന്. അത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണ്. അതായത് യുദ്ധം തുടങ്ങിയത് മുതൽ IRGCയിൽ വിള്ളലുണ്ടായിരുന്നു. യുദ്ധത്തിൽ പങ്കെടുക്കാതെ ഒരു കൂട്ടർ മാറി നിന്നിരുന്നു. കാരണം അമേരിക്കയുടെ ആക്രമണത്തിൽ തങ്ങൾ കൊല്ലപ്പെടുമെന്നും അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അവർ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറി നിന്നിരുന്നു. അത്തരത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയവരെ രാജ്യദ്രോഹികൾ എന്ന് മുദ്ര കുത്തിക്കൊണ്ടാണ് അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏറ്റവും മൃഗീയമായിട്ടാണ് അവരുടെ കൊല നടന്നിരിക്കുന്നത്. ഈ മൃതദേഹങ്ങളാണ് തെരുവിൽ കൊണ്ടിട്ടിരിക്കുന്നത്. ഇത് ഇറാനിലെ ഭരണകൂടത്തെ അനുസരിക്കാത്തവർക്കുള്ള മറുപടി എന്ന തരത്തിലാണ് ഈ മൃതദേഹങ്ങൾ അങ്ങനെ കൊണ്ട് തെരുവിൽ ഉപേക്ഷിച്ചു പോയിരിക്കുന്നത്. നമുക്കറിയാം, ഇറാൻ ഭരണകൂടത്തിനെതിരെ, മുജ്തബ ഖമനേയി ഭരണകൂടത്തിനെതിരെ അവിടുത്തെ ഒരു കൂട്ടം ജനങ്ങൾ എതിർത്ത് നിൽക്കുകയാണ്. അവർക്ക് കൂടിയുള്ള ഒരു മറുപടി എന്നോണമാണ് ഈ ഭരണകൂടത്തിനെതിരെ നിന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇറാൻ സൈനികരെ, അതായത് എതിർത്ത് നിന്ന ഇറാൻ സൈനികരെ തന്നെ കൊലപ്പെടുത്തി ആ മൃതദേഹങ്ങൾ ഉപേക്ഷിച്ചതിലൂടെ വ്യക്തമാകുന്നത്. ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ കൊന്നു തള്ളുന്നത് ഇപ്പോഴും തുടരുകയാണ്. ടെഹ്റാനിലെ തെരുവുകളിലും പലയിടങ്ങളിലും ഇപ്പോഴും ഇത്തരത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കാണാൻ കഴിയുമെന്നാണ് പ്രമുഖ മാധ്യമമായ ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പലരെയും അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നും മൃതദേഹങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും മാധ്യമ പ്രവർത്തകരും വെളിപ്പെടുത്തുന്നു. സർക്കാരിനെ എതിർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു സന്ദേശം എന്നാണ് കരുതപ്പെടുന്നത്. ഇത് ഇറാനിലെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗം എന്ന് ഭരണകൂടം പറയുമ്പോൾ ഭയക്കാൻ ഒരുപാടുണ്ട്. അതായത് മുജ്തബ ഖമനേയിയുടെ കൈകളിലേക്ക് ഭരണം എത്തുമ്പോൾ അതിമൃഗീയം കാടത്തമായ രീതിയിലുള്ള ഭരണമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നു. ഇറാനിലെ യുദ്ധത്തിന്റെ വലിയ പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ ഏറ്റവും ക്രൂരമായ സുരക്ഷാ സേനയായ IRGC പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത സമ്മർദ്ദത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധം ആരംഭിച്ചതിന് ശേഷം IRGCയിൽ നിന്ന് ഒളിച്ചോടിയ സൈനികരെ അവർ തന്നെ കൊന്നു തള്ളുന്നു. 60-ലേറെ സൈനികരെ ഇത്തരത്തിൽ IRGC കൊലപ്പെടുത്തിയെന്നാണ് രഹസ്യ റിപ്പോർട്ടുകൾ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് പറയപ്പെടുന്നത്. ഉത്തരവുകൾ നടപ്പിലാക്കാൻ വിസമ്മതിച്ചതിന് IRGC മേധാവികൾ പതിവായി കീഴുദ്യോഗസ്ഥരെ വധിക്കുകയാണ്. ഇറാന്റെ സൈനിക സുരക്ഷാ സേനകളിൽ ഉടനീളം വധശിക്ഷകൾ നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ. ഒന്നിലധികം ശാഖകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ നൽകപ്പെടുന്നു. ചിലപ്പോൾ അവരുടെ സ്വന്തം താവളങ്ങളിൽ തന്നെയാണ് ഈ ശിക്ഷ നടപ്പിലാക്കുന്നത്. കൊലപാതകങ്ങൾ പലപ്പോഴും രഹസ്യ ഉത്തരവുകൾ പ്രകാരം നടപ്പിലാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സഹപ്രവർത്തകർ പോലും ഇക്കാര്യം അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവരുടെ മൃതദേഹങ്ങൾ തെരുവുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും വലിച്ചെറിയുന്നു. അതായത് കുടുംബങ്ങൾക്ക് പോലും ആ മൃതദേഹം വിട്ടുകൊടുക്കുന്നില്ല. ഇറാന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇത്തരത്തിൽ ഇരകളാക്കപ്പെട്ടത്. ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ, നാവിക ഉദ്യോഗസ്ഥർ, സാധാരണ സൈനികർ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു. ചില കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രതിപക്ഷ ഗ്രൂപ്പുകളാണെന്ന് റിപ്പോർട്ടുകളും വരുന്നു. ഇറാനിയൻ മിസൈൽ ടീമുകൾ പോലും നുഴഞ്ഞു കയറി അവരുടെ ഉപകരണങ്ങൾ ചിലപ്പോഴൊക്കെ രഹസ്യമായി തകർക്കുന്നു എന്നും സൂചനയുണ്ട്. ഇതിനിടെ ഇറാന് വലിയ തിരിച്ചടി കൊടുക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ അമേരിക്ക കടക്കുകയാണ്. അമേരിക്ക കരയുദ്ധത്തിലേക്ക് കടക്കുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. പശ്ചിമേഷ്യയിലേക്ക് US കൂടുതൽ സൈനികരെ അയച്ചിരിക്കുകയാണ്. ജപ്പാനിലെ ഒക്കിനാവയിലുള്ള താവളത്തിൽ നിന്ന് 2500 മറീനുകൾ പുറപ്പെട്ടു. USS ട്രിപ്പോളി എന്ന യുദ്ധക്കപ്പലിലാണ് യാത്ര.
പ്രതിസന്ധി ഉണ്ടായാൽ ഉടനടി പ്രതികരിക്കാനോ ഇറാന്റെ ഏതെങ്കിലും പ്രദേശം പിടിച്ചെടുക്കാനോ ഈ സൈനികരെ വിന്യസിച്ചേക്കാം. മറീനുകൾ കരയിലും കടലിലും പോരാടാൻ വൈദഗ്ധ്യമുള്ളവരാണെങ്കിലും ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ വിന്യസിക്കപ്പെടുന്ന ആദ്യത്തെ കരസേനാ വിഭാഗം എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. സൈനിക ശേഷി അമേരിക്ക വർദ്ധിപ്പിച്ചതോടെ യുദ്ധം നീണ്ടേക്കുമെന്നാണ് സൈനിക വിദഗ്ധരുടെ നിരീക്ഷണം. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ കാർഗ് ദ്വീപിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് യുഎസിന്റെ കരയാക്രമണത്തിനുള്ള നീക്കം. കാർഗ് ദ്വീപിലെ സൈനിക കേന്ദ്രത്തെയാണ് ലക്ഷ്യമിട്ടതെന്നും എന്നാൽ അടുത്തതായി എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിയൻ എണ്ണ കയറ്റുമതി മേഖലയുടെ ഹൃദയമാണ് ഈ ചെറു പവിഴപ്പുറ്റ് ദ്വീപ്. അവിടെ കയറിയാണ് അമേരിക്ക ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ USS ട്രിപ്പോളിയെ അയച്ചതിലൂടെ കരയുദ്ധത്തിലേക്ക് അമേരിക്ക കടക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്.